ഡോളറും ഫേസ്ബുക്കിന് എന്തോ വേറെ എന്തോ പൈസ എന്തോന്ന് അറിയത്തില്ല. അതും വരുന്നുണ്ട്. അതും യുദ്ധം കാരണം ഇങ്ങനെ ഗ്യാസും മാസത്തിൽ 2 പ്രാവശ്യം വെച്ച് ഒരു ഫോണും കൊണ്ട് കൊല്ലത്ത് പോകുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇപ്പൊ ഞങ്ങൾ മുടങ്ങാതെ പോയിക്കൊണ്ടിരിക്കുക. ഇവനൊരു ഫോണും മേടിച്ച് ആകെ എത്ര 8 മാസം ഇല്ല 8 മാസമായി. 8 മാസത്തിനുള്ളിൽ പോകാത്ത ഷോറൂമുകളും ഇല്ല. ഇന്ന് വണ്ടി ഇരുന്നുകൊണ്ട് പറയാം കോട്ടയത്ത് കണ്ട പുതിയ ഷോറൂം ഉണ്ട്, അടിപൊളി ഷോറൂം അല്ലേ? കോട്ടയത്തല്ലേ? കോട്ടയത്ത്. പക്ഷെ ഈ പോന്ന കൂട്ടത്തിലുള്ള ഹോട്ടലുകളിലെല്ലാം കയറി ഫുഡും കഴിച്ച് കയ്യിലെ കാശും തീരുമെന്നല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇന്നും ഞങ്ങൾ പോയിട്ട് രാവിലെ പോയതാ, പോയിട്ട് വരുന്ന വഴിയാ. പക്ഷെ അതേ സെയിം ഫോൺ കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇത്ര നാൾ ഞാൻ ഇതുകൊണ്ട് ഒരുപാട് ഫോട്ടോ എടുത്തു. ഏകദേശം ഫോട്ടോ അല്ല, ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 10,000-ത്തിനടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വീഡിയോ കിടപ്പുണ്ട്. ഞാൻ കുറെ വീഡിയോ കണ്ടു എന്റെ ഫോണകത്ത്. കുറെ വീഡിയോ എന്റെ കണ്ടിട്ടുണ്ടല്ലേ? പക്ഷെ എന്തോ സംഭവം എന്തോ ഇതിനകത്ത് ഫോണിന് എന്താ മെയിൻ പ്രശ്നം? എന്തോ ഫോണിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോൺ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഓഫ് ആക്കി പോകും. ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഓണാകത്തില്ല. ഇതാ ഇതിന്റെ ഫോണിന്റെ മെയിൻ പ്രശ്നം. എന്തായാലും നോക്കാതെ ആയിരിക്കും വന്നേരം ഓഫ് ആയി പോകും. പക്ഷെ കൂടുതൽ ഈ വീഡിയോ കണ്ടതിന്റെയാന്ന് തോന്നുന്നു. പിന്നെ ഇഷ്ടം പോലെ വീഡിയോ കാണും. രാത്രിയുള്ള വീഡിയോ മൊത്തം കണ്ട് ഈ അവസ്ഥയിലാക്കി ഫോൺ. ഷോറൂമാരെ അറിഞ്ഞേക്കുന്ന ഇനി മേലെ പരിസരത്തിനെ കണ്ടുപോയി. ഇനി 2 ഷോറൂമിൽ ചെല്ലാൻ പറ്റത്തില്ല. ഒന്ന് കൊല്ലത്തും പിന്നെ അവിടെ കടപ്പക്കര. 2 ഷോറൂമിലും ചെല്ലാൻ പറ്റത്തില്ല. അവിടെ എല്ലാവരും ഓൺ ചെയ്തേക്കും. ഇനി ഈ ഫോണുമായിട്ട് അവിടെ ചെല്ലാൻ പാടില്ല. ഇന്ന് പോയത് ഷോറൂമിൽ പ്രമോണ. ഇന്ന് ഇവനെ വെളിയിരുത്തിയിട്ട് ഞാൻ അകത്ത് പോയി എല്ലാം പറഞ്ഞെല്ലാം ക്ലിയർ ആക്കിയില്ല. ഇപ്പൊ സെറ്റാക്കി തന്നില്ലേ? ഫോൺ സെറ്റാക്കി തന്നിട്ടുണ്ട്. അതിന്റെ സോഫ്റ്റ്വെയർ മാറ്റി. ഇനി അടുത്ത മാസം ഈ മാസം അവസാനം കോട്ടയത്ത് പോകണം. ഈ മാസം അവസാനം കോട്ടയത്ത് പോകണം പറഞ്ഞിരിക്കും. അവിടെ നല്ല ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ഫോൺ എടുത്തതിന് ശേഷം ഒരു ആപ്പിള് മേടിക്കേണ്ട പൈസ അതിൽ കൂടുതൽ കളഞ്ഞിട്ടുണ്ട്. പിന്നെ തിന്നത് ഇന്ന് തന്നെ അവിടെ വരെ പോയിട്ട് വരുമ്പോ തന്നെ ഹോട്ടലിൽ കയറി എത്ര തന്നെ ചെലവ് തന്നെ. പേടിക്കണ്ടല്ലോ, പ്രമാണ്ട് കാശല്ല ഡോളർ വരെ. അതിപ്പോ യുദ്ധം കാരണം ഡോളർ വരുന്നില്ല, ഷിപ്പേ കിടക്കും. ഇപ്പൊ യുദ്ധം കാരണം അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഡോളർ പ്രമോണിന് വന്ന് കയറണം. ഇത് കഴിഞ്ഞ വരുമായിരിക്കുമല്ലേ? ഇത് കഴിഞ്ഞ യുദ്ധത്തിന്റെ കഴിഞ്ഞാൽ ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്. ഒരു ഷിപ്പ് ഡോളർ കയറിയ ഷിപ്പ് അവിടെ കിടക്കില്ല. യൂട്യൂബിന്റെ ഡോളറും ഫേസ്ബുക്കിന് എന്തോ വേറെ എന്തോ പൈസ എന്തോന്ന് അറിയത്തില്ല. അതും വരുന്നുണ്ട്. അതും യുദ്ധം കാരണം ഇങ്ങനെ ഗ്യാസും വണ്ടിയും വന്നതിന്റെ പുറകിന് കയറി വരണ്ട ഡോളർ വരണ്ടേ പിടിച്ച്. അതുകൊണ്ട് എന്തോ ഒരു ചെറിയ പ്രശ്നത്തിൽ കിടക്കുക. പ്രതീക്ഷിക്കാം, പേടിക്കണ്ട. ആ ഡോളർ ഉള്ള വെള്ളത്തിലേക്ക് കിടന്ന് കറങ്ങുന്നത്. ഒരു ഡോളർ എന്ന് പറയുമ്പോ എത്ര രൂപ ഉണ്ടല്ലോ? എത്ര എനിക്കറിയത്തില്ല. അത്രയ്ക്ക് വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അണ്ണന്റെ കൂടെ നടക്കുക. എനിക്കറിയത്തില്ല. ഞാൻ ഈ ഡോളർ കണ്ടിട്ട് പോലില്ല. ആകെപ്പാടെ 100-ന്റെ നോട്ടും 500-ന്റെ നോട്ടും അല്ല ഞാനൊന്നും കണ്ടിട്ടുണ്ട്.